സന്യാസികളെ പോലെ ജീവിക്കുകയും മതപ്രബോധനം നടത്തുകയും നോൺ വയലൻ്റായിട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യൻ സെക്റ്റാണ്. അവരെ ആക്രമിക്കണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒന്ന്, അവരെ ഭയപ്പെടുത്തുക, അതിലൂടെ മറ്റുള്ള ക്രിസ്ത്യൻ സെക്റ്റിനെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ്, മറ്റുള്ള മതവിഭാഗങ്ങളെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് എന്താണ്, ടെററിസം പാഠാവലിയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തോന്നുകയാണ് ഇതിൽ UAPA ചാർത്തുണ്ടായെന്ന്. അപ്പോഴാണ് അലൻ ഷുഹൈബ് ചോദിച്ചത്, ഞാൻ ചായ കുടിക്കുന്നത് ടെറർ ആക്ടിവിറ്റി ആവുകയും 8 പേരെ കൊല്ലുകയും 50 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് അല്ലാതാവുകയും ചെയ്യുന്നതിൻ്റെ യുക്തി ഏതാണെന്ന് ചോദിക്കുകയാണ്. സെക്യൂരിറ്റി ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ലോൺലി വൂൾഫ് അറ്റാക്കാണെന്ന് പറയാൻ കഴിയും. ഒരൊറ്റയ്ക്കൊരാൾ ഈ കേസിൻ്റെ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളനുസരിച്ച് അയാൾക്ക് വേറെ സഹായികളാരുമില്ല, ബോംബുണ്ടാക്കാൻ അയാളാരും സഹായിച്ചിട്ടില്ല, ബോംബ് വയ്ക്കണമെന്ന് ആരും അയാളോട് പറഞ്ഞിട്ടില്ല, ആരുടെയും നിർദ്ദേശപ്രകാരമല്ല ചെയ്തത്, സ്വന്തമായി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു ടെറർ അറ്റാക്കാണ്. അപ്പോൾ ഈ ലോൺലി വൂൾഫ് അറ്റാക്കിനെ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് കാണുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അമേരിക്കയിലൊക്കെ നിരന്തരം ലോൺലി വൂൾഫ് അറ്റാക്ക്, അപ്പോൾ ഏറ്റവും ഒടുവിൽ ചാർലി കിർക്കിനെ വെടിവെച്ചത് പോലും ഒരു ലോൺലി വൂൾഫ് അറ്റാക്കാണ്. അതിന് ടെറർ അറ്റാക്കായിട്ടാണ് എല്ലാ രാജ്യങ്ങളും കാണുക. കാരണം ആളുകളെ ഭീതിപ്പെടുത്തുക എന്നുള്ളതാണ് അത്തരം അറ്റാക്കുകളുടെ ലക്ഷ്യം തന്നെ. ഇപ്പോൾ യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ വായിൽ കോലിട്ടാൽ കടിക്കാത്തത്ര നോൺ വയലൻ്റ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. അവർക്ക് അവരുടേതായ ഒരു ഐഡിയോളജി ഉണ്ട്. അവർ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനിച്ചവരാണ്. ഹിറ്റ്ലറുടെ പട്ടാളത്തിൽ ചേരാൻ വിസമ്മതിച്ചതിൻ്റെ പേരിൽ ജർമ്മനിയിൽ പെർസിക്യൂഷൻ വിധേയരായ ഒരു മതവിഭാഗമാണ് അവർ. അപ്പോൾ അവർ യുദ്ധത്തിനെതിരാണ്, ഹിംസയ്ക്കെതിരാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ആളുകളെ ഉപദ്രവിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വയലൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയോ ഒരു റിലീജിയസ് സെക്റ്റിനെയോ ആക്രമിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. ഇവരെന്ന് പറഞ്ഞാൽ സന്യാസികളെ പോലെ ജീവിക്കുകയും മതപ്രബോധനം നടത്തുകയും നോൺ വയലൻ്റായിട്ട് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യൻ സെക്റ്റാണ്. അവരെ ആക്രമിക്കണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഒന്ന്, അവരെ ഭയപ്പെടുത്തുക, അതിലൂടെ മറ്റുള്ള ക്രിസ്ത്യൻ സെക്റ്റിനെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ്, മറ്റുള്ള മതവിഭാഗങ്ങളെയും ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് എന്താണ്, ടെററിസം പാഠാവലിയിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാരിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തോന്നുകയാണ് ഇതിൽ UAPA ചാർത്തുണ്ടായെന്ന്. അപ്പോഴാണ് അലൻ ഷുഹൈബ് ചോദിച്ചത്, ഞാൻ ചായ കുടിക്കുന്നത് ടെറർ ആക്ടിവിറ്റി ആവുകയും 8 പേരെ കൊല്ലുകയും 50 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് അല്ലാതാവുകയും ചെയ്യുന്നതിൻ്റെ യുക്തി ഏതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ UAPA ചാർത്തണം ഇപ്പോൾ ഞാൻ UAPA എന്നൊരു നിയമത്തിനെതിരാണ്. ഇപ്പോൾ 8 പേരെ കൊന്നാലും 100 പേരെ കൊന്നാലും ആളുകളെ ഭീതിപ്പെടുത്താൻ കൊന്നാലും ഏതെങ്കിലും ഐഡിയോളജി കൊന്നാലും UAPA ഒഴികെയുള്ള ഇന്ത്യയിലെ നിയമങ്ങൾ വെച്ച് ഒരാളെ നമുക്ക് വിചാരണ ചെയ്ത് ശിക്ഷ കൊടുക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ UAPA മാറ്റുന്നതോടുകൂടി ഇതിൻ്റെ ടെറർ ആംഗിൾ, നമ്മൾ ഈ പത്രക്കട്ടിങ്ങൾ വായിച്ചു പോലെ ഇതിൻ്റെ ടെറർ ആംഗിൾ മാറുകയാണ്. ഇതൊരു ഭീകരപ്രവർത്തനം അല്ലാതെ മാറുകയാണ്. ഇങ്ങനെ ഭീകരപ്രവർത്തനത്തിൻ്റെ ടാഗ് അതിൽ നിന്ന് മാറുന്നതോടുകൂടി അത് സൊസൈറ്റിയോടൊന്ന് സന്ദേശം എന്താണ്?